തിരുസഭയുടെ വേദപാരംഗതനായ വിശുദ്ധ അഗസ്റ്റിനോസ്. പുരാതന ക്രിസ്തീയ ലോകത്ത് ഏറ്റവും ആഴമായ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു വിശുദ്ധ അഗസ്റ്റിനോസ്. അഗസ്റ്റിൻ എന്ന പേരിലും ഔറേലിയസ് അഗസ്റ്റിനോസ് എന്ന പേരിലും വിശുദ്ധൻ അറിയപ്പെടുന്നു. 354 നവംബർ 13 ഉത്തരാഫ്രിക്കയിലെ താഗസ്തയിലാണ് ഔറേലിയൂസ് അഗസ്റ്റിനോസ് ജനിച്ചത്. വിശുദ്ധന്റെ മാതാവായിരുന്ന മോനിക്ക ഒരു ദൈവഭക്തി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന പെട്രീഷ്യസ് ഒരു അവിശ്വാസിയായിരുന്നു. നല്ല രീതിയിലുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന അഗസ്റ്റിനോസ് അപ്പോഴും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലായിരുന്നു. കാർത്തേജിൽ നിയമ വിദ്യാർത്ഥിയായിരിക്കെ മനിക്കേയവാദത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും പാപത്തിന്റെ വഴിയിൽ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഇത് അവന്റെ അമ്മയായ മോനിക്കയെ സങ്കടത്തിലാക്കി. തന്റെ കൂടെ ഇരിക്കുവാൻ അമിതമായി ആഗ്രഹിച്ചിരുന്ന തന്റെ മാതാവിനെ കബളിപ്പിച്ച് അവൻ റോമിലെത്തി. അവനെ ഓർത്ത് കരയുവാനും പ്രാർത്ഥിക്കുവാനും മാത്രമേ മോനിക്കയ്ക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അവളുടെ സങ്കടം കണ്ട് ഒരിക്കൽ ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞു: ഒരുപാട് കണ്ണുനീരിന്റെ ഈ പുത്രൻ നഷ്ടപ്പെടുകയില്ല. മോനിക്കയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അഗസ്റ്റിനോസ് മാനസാന്തരപ്പെടുകയും 387 ഈസ്റ്റർ രാത്രി ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. മിലാനിലെത്തിയ വിശുദ്ധന്റെ മാതാവായ മോനിക്ക വളരെ സന്തോഷത്തോടു കൂടിയാണ് അഗസ്റ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സംഭവമായ ജ്ഞാനസ്നാനത്തിന് സാക്ഷ്യം വഹിച്ചത്. 388 അദ്ദേഹം താഗസ്തയിൽ തിരിച്ചെത്തുകയും തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം സാധാരണ ജീവിതം നയിച്ചു വരികയും ചെയ്തു. പിന്നീട് തന്റെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് വീതിച്ച് നൽകിയതിനു ശേഷം 391 ഹിപ്പോയിൽ വെച്ച് അഗസ്റ്റിനോസ് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയുണ്ടായി. 394 മെത്രാനായിരുന്ന വലേരിയൂസിന്റെ സഹായിയായി തീർന്ന വിശുദ്ധൻ വലേരിയൂസിന്റെ മരണത്തോടെ തന്റെ 41ാമത്തെ വയസ്സിൽ ഹിപ്പോയിലെ മെത്രാനായി അഭിഷിക്തനായി. 396 മുതൽ 430 വരെ ഹിപ്പോയിലെ മെത്രാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വിശുദ്ധന്റെ രചനകളിൽ ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്ന കൺഫെഷൻസ് എന്ന കൃതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് വിവരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ തെറ്റുകൾ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ, മതപരമായ നിരീക്ഷണങ്ങൾ എന്നിവയും ഈ രചനയിൽ കാണാവുന്നതാണ്. ദി സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതിയും വിശുദ്ധന്റെ പ്രസിദ്ധമായ ഒരു രചനയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന വിജയം ദൈവകൃപയുടെ ആവശ്യകതയെ നിഷേധിക്കുന്ന പെലേജിയൂസിന് എതിരായി നേടിയതായിരുന്നു. ഈ വിജയം അദ്ദേഹത്തിന് കൃപയുടെ പാരംഗതൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു. വിശുദ്ധന്റെ രചനകളിൽ മുന്നിട്ട് നിന്നിരുന്ന ദൈവത്തോടുള്ള അപാരമായ സ്നേഹത്തിന്റെ പ്രതീകമായി ക്രിസ്തീയ കലകളിൽ ജ്വലിക്കുന്ന ഹൃദയവുമായി ചേർത്തുകൊണ്ടാണ് വിശുദ്ധനെ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത്. ഹിപ്പോയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്.